ഇന്ത്യൻ നാഷണൽ ബോട്ട് റേസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ മങ്കൊമ്പ് ബ്രൂഷർ റെസ്റ്റോറന്റിൽ സംഘടിപ്പിച്ച രണ്ടാമത് ഇന്റർനാഷണൽ കൺവെൻഷൻ പ്രശസ്ത സിനിമാ സംവിധായകൻ ബ്ലസ്സി ഉദ്ഘാടനം ചെയ്തു. ഒരു അന്തസ്സാണ് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അന്തസ്സുള്ള ആതിഥ്യമുള്ള ചില പ്രകടനങ്ങളും കൂടെയാണ്. ഇതൊരു കലാരൂപത്തിനേക്കാൾ ഉപരിയായിട്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ഒരുമിച്ച് ചേർത്ത് നിൽക്കുവാൻ കഴിയുന്ന ഒരു താളം ഉണ്ടാവുക. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഇലക്ഷൻ കഴിഞ്ഞ് പല പാർട്ടിയിൽ നിൽക്കുന്നവരായിരിക്കും, പക്ഷെ ഇതിനൊരു താളമുണ്ട് അല്ലേ? ഇതിൻ്റെ ഒരു വായ്ത്താരിക്ക് മുഴങ്ങുന്ന അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ആ താളമാണ്. ആ താളത്തിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലാണ് നിങ്ങൾ ഓരോരുത്തരും വിജയിയാകുന്നതും അല്ലാതാവുകയൊക്കെ ചെയ്യും. കനേഡിയൻ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ അമരക്കാരനും IBRF ഇന്റർനാഷണൽ ബോട്ട് റേസ് ഫെഡറേഷൻ ഗ്ലോബൽ പ്രസിഡന്റും കൂടിയായ കുര്യൻ പ്രക്കാനം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ വള്ളംകളി എന്ന മഹോത്സവത്തെ കാനഡ എന്ന രാജ്യത്തേക്ക് പറിച്ചു നടുക എന്നത് വളരെ ദുഷ്കരമായിരുന്നു. എന്നാൽ കാനഡയിലെ ബ്രാംപ്ടൺ മലയാളി സമാജം എന്ന പ്രസ്ഥാനം ഈ വള്ളംകളിയെ കനേഡിയൻ നെഹ്റു ട്രോഫി വള്ളംകളിയായി സംഘടിപ്പിക്കുകയും അത് 15 വർഷം പിന്നിടുന്നതായും വിദേശത്ത് നടക്കുന്ന ഏറ്റവും വലിയ വള്ളംകളിയായി മാറ്റുകയായിരുന്നുവെന്നും സംഘാടകർ പറഞ്ഞു. തോമസ് കെ തോമസ് MLA യോഗത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുൻ MLA KK ഷാജു, ആറന്മുള പള്ളിയോട് സമിതി പ്രസിഡന്റ് സാമ്പദേവൻ KV, നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മുഖ്യ സംഘാടകൻ RK കുറുപ്പ്, താഴത്തങ്ങാടി വള്ളംകളിയുടെ സംഘാടകൻ കുര്യച്ചൻ KG തുടങ്ങി നിരവധി പ്രമുഖർ യോഗത്തിൽ പങ്കെടുത്തു. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ അംബാസഡർ ജോസ് കോലത്ത് യോഗത്തിൽ സ്വാഗതം പറഞ്ഞു. കൺവെൻഷൻ കോർഡിനേഷൻ ചെയർ അശ്വന്ത് തായങ്കരി, കൺവെൻഷൻ കൺവീനർ ജഗേഷ് വിയപുരം, അജിത് കാരിച്ചാൽ തുടങ്ങി വള്ളംകളി മേഖലയിലെ പ്രമുഖരായ IBRF നേതാക്കൾ കൺവെൻഷന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. Zion Medical College Hospital, Adur, Pathanamthitta.